സ്ത്രീകളുടെ തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ കാണാതായ ജൈനമ്മയുടേതല്ലെന്ന പ്രാഥമിക നിഗമനം. 2024 ഡിസംബറിലാണ് ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മയെ കാണാതായത്. കണ്ടെത്തിയ അസ്ഥികൾക്ക് 6 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇത് മറ്റു പല സംശയങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് സെബാസ്റ്റ്യനിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച്. അതേസമയം അന്വേഷണവുമായി ഇയാൾ സഹകരിക്കുന്നില്ല. ഇയാളുടെ ഭാര്യയെയും പോലീസ് സംഘം ചോദ്യം ചെയ്യും. ഏറ്റുമാനൂരിലെ ഭാര്യ വീട്ടിലാണ് ഇയാളുടെ താമസം. ക്യാപ്പിട്ട പല്ലുകളും മൃതദേഹ അവശിഷ്ടങ്ങളുമാണ് വീട്ടിൽ നിന്നും ലഭിച്ചിരുന്നത്. ജൈനമ്മയ്ക്ക് അത്തരം പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചിരുന്നു. ചേർത്തല സ്വദേശി ഐഷയ്ക്ക് വെപ്പുപല്ലുണ്ടെങ്കിലും കാണാതായ ബിന്ദു പത്മനാഭൻ പല്ലുമായി ബന്ധപ്പെട്ട വിദഗ്ധ ചികിത്സ തേടിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിരുന്നു. ആദ്യ പരിശോധനയിൽ അസ്ഥി കണ്ടെത്തിയതിന് സമീപം തന്നെയാണ് തിങ്കളാഴ്ചയും അസ്ഥി ലഭിച്ചത്. അതുകൊണ്ട് ശരീരാവശിഷ്ടങ്ങൾ ഒരാളുടെ തന്നെ ആകുമെന്നാണ് വിലയിരുത്തൽ. വ്യാഴാഴ്ച DNA പരിശോധനാ ഫലം വരുന്നതോടെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടാകും. അസ്ഥികളും കുളത്തിൽ നിന്നും സെപ്റ്റിക് ടാങ്കിൽ നിന്നും ശേഖരിച്ച വെള്ളവും മണ്ണും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ജൈനമ്മയുടെ മൊബൈൽ ഫോണുമായി സെബാസ്റ്റ്യൻ പോയ ഈരാറ്റുപേട്ടയിലെ കടയിൽ അടുത്ത ദിവസം തെളിവെടുക്കും. ഇതിനുശേഷം ബിന്ദു പത്മനാഭൻ തിരോധന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ യൂണിറ്റും ഐഷ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങും. 2005 മുതൽ സംസ്ഥാനത്ത് കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് വിവരങ്ങൾ ശേഖരിച്ചത്. ഇരകളെ തെരഞ്ഞെടുക്കാൻ സെബാസ്റ്റ്യൻ മറയാക്കിയിരുന്നത് വസ്തുവ്യാപാരവും ആരാധനാ ആലയങ്ങളുമായിരുന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കുടുംബവുമായി അകന്നു കഴിഞ്ഞവരാണ് കാണാതായവരിൽ പലരും. ഇത്തരം പശ്ചാത്തലമുള്ള സ്ത്രീകളുടെ വിവരങ്ങളാകും പരിശോധിക്കുക. ജൈനമ്മ കേസിൽ ഇതിനകം 24 പേരെ കോട്ടയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. ജൈനമ്മയുടെ തിരോധാന ശേഷം അവരുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചതാണ് നിർണായക തെളിവായത്. ഈരാറ്റുപേട്ടയിലെ സ്ഥാപനത്തിലെത്തി ജൈനമ്മയുടെ നമ്പറിൽ ഫോൺ റീചാർജ് ചെയ്തത് അന്വേഷണ സംഘം കണ്ടെത്തി. ഇവിടുത്തെ CCTV ദൃശ്യവും പോലീസ് ശേഖരിച്ചു. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ 2.5 ഏക്കർ പുരയിടവും ചെങ്ങത്ര വീടും പോലീസ് കാവലിലാണ് ഇപ്പോൾ. ഇവിടെ പരിശോധനകൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.